ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി റൈസാണ് കാണിക്കുന്നത്. അത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു റൈസാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്യാരറ്റ് റൈസ്, ബീട്രൂട്ട് റൈസ്, അതുപോലെ മുരിങ്ങ ചീര വെച്ചുകൊണ്ടുള്ള ഒരു റൈസും. ഇതിന് അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ, വേഗം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ വേറെ കറികളൊന്നും ഇതിന് വേണ്ട. ഒരു അച്ചാറോ പപ്പടോ റൈറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായി ഈ റൈസ് കഴിക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. പിന്നെ ഇതിനുള്ള അരി, ഏത് അരി എടുത്താലും സാരമില്ല കേട്ടോ, റേഷൻ അരി. ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ ബിരിയാണി അരിയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ജീരകശാല അരിയോ അതോ ബസ്മതി റൈസ് ആയാലും സാരമില്ല. ഇനി നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അതേ അരി എടുത്താലും മതിയാവും കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ് വേവിച്ച് അതിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ബീട്രൂട്ട് വേവിച്ച് അതിൻ്റെ പേസ്റ്റ്, പിന്നെ മുരിങ്ങാച്ചീരേൻ്റെ പേസ്റ്റ്. ഇങ്ങനെയാണ് ഈ റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അരി വേവിച്ച് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാം. ഞാനിതുപോലെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം സ്റ്റൗ ഓണാക്കിയ ശേഷം കടായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചാൽ അല്ലെങ്കിൽ കോക്കനട്ടോ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ഒഴിക്കാൻ കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഗീ ആണ് നല്ലത്. ഇനി ഇതിലേക്കൊരു 2 ഉണങ്ങിയ മുളക് അത് ഇതുപോലെ വെട്ടിയിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം ജീരകം ഇഷ്ടമില്ലാത്ത കൂട്ടാണ് കടുകും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് പൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് പീനട്ടാണ് കേട്ടോ, കടല ഇതുപോലെ വറുത്തെടുത്തത്. അത് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതുപോലെ നമ്മുടെ സ്വീറ്റ് കോൺ ഇതുപോലെ വേവിച്ചതും ഉണ്ട് കേട്ടോ. അതും 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് 3 അല്ല 2 ടേബിൾ സ്പൂണോളം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് 2 ക്യാരറ്റ് ഞാൻ നല്ലോണം വേവിച്ചതിന് ശേഷം മിക്സിയിൽ നല്ലോണം ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം വഴറ്റിയെടുക്കുക. അധികം വേവിക്കേണ്ട ആവശ്യമില്ല, എല്ലാം വെന്തതാണ്. അതുകൊണ്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടർക്ക് കുറച്ച് വേണമെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അധികം എരിവ് വേണ്ടല്ലോ. അതുപോലെ 1 ടീസ്പൂണ് കറിവേപ്പില പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റി കൊടുക്കുക. കുട്ടികളൊന്നും തോരൻ ഇതുപോലെ ക്യാരറ്റ് ബീട്രൂട്ടൊന്നും അധികം കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ റൈസിലാക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടികളും കഴിക്കും കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്ര കളർഫുള്ളായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചോറ് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ 1 പ്ലേറ്റോളം ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പേർക്കെങ്കിലും കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് കേട്ടോ ഇത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ജീരകശാല ബസ്മതി റൈസ് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് ബീട്രൂട്ട് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കടായി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് നല്ലോണം മെൽറ്റാട്ടെ. ഇവിടെ ഞാൻ ഒരു ബീട്രൂട്ട് നല്ലോണം വേവിച്ച് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇതിലേക്കും 1 ടീസ്പൂണോളം ജീരകം, അതുപോലെ വറ്റൽമുളക് ഇതുപോലെ 2 വെട്ടിയിട്ട് കൊടുക്കുക. 2 മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, അതെല്ലാം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല കേട്ടോ. പിന്നെ 1 സവാള ചെറുതായി അരിഞ്ഞത്, അതും നല്ലോണം വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് പീനട്ടിന് പകരം കാഷ്നട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പീനട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ്. ചോറ് തിന്നുമ്പോൾ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. പിന്നെ വേവിച്ചെടുത്ത സ്വീറ്റ് കോൺ, ഇത് 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അതും ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറിവേപ്പില പൊടിച്ചതാണിത് കേട്ടോ. ഇത് ഞാൻ ഉണക്കി പൊടിച്ചെടുത്തതാണ്. അതുപോലെ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് എരിവുള്ള ഫ്ലേക്സാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ബീട്രൂട്ട് നല്ലോണം വേവിച്ച് മിക്സിയിൽ ഇതുപോലെ പേസ്റ്റാക്കിയതും ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലോണം വഴറ്റി കൊടുക്കണം. പിന്നെ ചോറിലേക്കുള്ളത് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചോറാക്കുമ്പോൾ നമുക്ക് വേറെ കറികളുടെ ആവശ്യമേ ഇല്ല. ഇതേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പപ്പടം മാത്രം ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തയക്കാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലും മതിയാവും. രാവിലെ ഈസി പണിയാണ് കേട്ടോ ഇത്. ഇതുപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ മസാലകൾ വേണമെങ്കിൽ വേറെ ചേർത്ത് കൊടുക്കുക. ഗരം മസാലയോ, അപ്പോൾ കുറച്ച് നല്ല മണവും കൂടി ഉണ്ടാവും. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങ ചീര വെച്ചുകൊണ്ടുള്ള റൈസാണ്. ഇവിടെ ഞാനിത് കടായി വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ചൂടാവട്ടെ. അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ എല്ലാ റൈസും ഉണ്ടാക്കുന്നത്. അതേ മസാലകൾ തന്നെ ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം, പിന്നെ 2 വറ്റൽമുളക്, കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയതിന് ശേഷം 1 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതും നല്ലോണം വഴറ്റിയെടുക്കാം. മുരിങ്ങാച്ചീര ഞാനിത് വേവിച്ചിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചോറിൽ നല്ലോണം മിക്സാകും കേട്ടോ. ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് കടല വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചോറ്, അതും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. എല്ലാം വേവിച്ചതായതുകൊണ്ട് അധികം സമയം എടുക്കില്ല കേട്ടോ. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാൻ ഈസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചോറ് തന്നെയാണിത്.
ഇനി കറിവേപ്പില പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിലേക്ക് മുരിങ്ങാച്ചീരേൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി വേവിച്ച് വെച്ച് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. മുരിങ്ങാച്ചീരേൻ്റെ ചോറ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. എന്നാലേ ഞാൻ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോറ് തന്നെയാണിത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. Thanks for watching.